PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവകങ്ങളും അവയുടെ കുറവ് മൂലമുണ്ടാകുന്ന അപര്യാപ്ത രോഗങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാ PSC എക്സാമിനും ചുരുങ്ങിയത് ഒരു 3 മാർക്കിൻ്റെയെങ്കിലും ക്വസ്റ്റ്യൻ ഈ ഭാഗത്തു നിന്ന് വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പോർഷനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ജീവകങ്ങൾ. എന്താണ് ജീവകങ്ങൾ? മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കാർബണിക് പദാർത്ഥങ്ങളാണ് ജീവകങ്ങൾ. മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ സഹായിക്കുന്ന 13 ജീവകങ്ങളാണുള്ളത്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകങ്ങളാണ് ജീവകങ്ങൾ. എന്തെന്നാണ് അറിയപ്പെടുന്നത്? കോ എൻസൈം. കാസിമർ ഫംഗാണ് ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നൽകിയത്. അപ്പോൾ ജീവകങ്ങൾക്ക് വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? കാസിമർ ഫംഗ്. മനുഷ്യകോശങ്ങൾക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ് ജീവകങ്ങൾ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ജീവകങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ അനുദിന ആഹാരത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജീവകങ്ങളെല്ലാം കിട്ടുന്നത്. ജീവകങ്ങൾ ഊർജം നൽകുന്നില്ല. ജീവകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രത്യേകിച്ച് ഊർജ്ജം ഒന്നും സപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾക്കും അവയുടെ ആവശ്യമുണ്ട്. ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നിങ്ങനെ 2 തരത്തിലുള്ള ജീവകങ്ങളാണുള്ളത്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ശരീരത്തിൽ സംഭരിച്ചു വയ്ക്കപ്പെടുന്നില്ല. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ അഡിപ്പോസ് കലകളിലും കരളിലുമായി സംഭരിക്കുന്നു. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ശരീരത്തിൻ്റെ ആവശ്യത്തിൽ കൂടുതലുള്ളത് മൂത്രം വഴി പുറന്തള്ളപ്പെടുന്നു. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ജീവകം എ, ജീവകം ഡി, ജീവകം ഇ, ജീവകം കെ. ഈ 4 ജീവകങ്ങളാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്? എ, ഡി, ഇ, കെ. അപ്പോൾ ജലത്തിൽ ലയിക്കുന്നവയോ? ജലത്തിൽ ലയിക്കുന്നവ ജീവകം ബി, ജീവകം സി. ഏതൊക്കെയാണ്? ജീവകം ബി, ജീവകം സി. ഇനി നമുക്ക് ഇവയോരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജീവകം എ. എന്തൊക്കെയാണ് ജീവകം എയുടെ പ്രത്യേകതകൾ? റെറ്റിനോൾ എന്നാണ് ജീവകം എയുടെ രാസനാമം. ജീവകം എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ. ബ്രൈറ്റ് ഐ എന്ന് അറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് എ. കണ്ണ്, ത്വക്ക്, കോശം തുടങ്ങിയവയുടെ ആരോഗ്യത്തിന് വളരെ ആവശ്യമുള്ളതാണ് ജീവകം എ. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തത, കരാറ്റോമലാസിയ, സിറോഫ്താൽമിയ. നിശാന്തത, കരാറ്റോമലാസിയ, സിറോഫ്താൽമിയ. ഇനി ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഇവ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്? ഇലക്കറികൾ, കരൾ, മുട്ട, പാൽ, മത്സ്യം, ക്യാരറ്റ്, തക്കാളി തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ജീവകം എയുടെ കലവറയാണ്. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ജീവകമാണ് ജീവകം എ. പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അത്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ജീവകം ഏതാണ്? ജീവകം എ ആണ്. ഒരു വ്യക്തിക്ക് ആവശ്യമായ ജീവകം എയുടെ അളവ് 1.5 മുതൽ 2 മില്ലിഗ്രാം വരെയാണ്. 1.5 മുതൽ 2 മില്ലിഗ്രാം വരെ. അടുത്തത് ജീവകം B1. ജീവകം B1ൻ്റെ രാസനാമമാണ് തയാമിൻ. എന്താണ്? തയാമിൻ. തവിടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B1. അപ്പോൾ ഏറ്റവും കൂടുതൽ ജീവകം B1 എവിടെ നിന്നാണ് ലഭിക്കുക? ധാന്യങ്ങളുടെ തവിടിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജീവകം B1 ലഭിക്കുക. ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും രക്ത ഉൽപാദനത്തിനും രക്തചംക്രമണത്തിനും സഹായിക്കുന്ന ജീവകമാണ് ജീവകം B1. എന്തിനൊക്കെയാണ്? ബുദ്ധി വളർച്ച, ഓർമ്മശക്തി, രക്ത ഉൽപാദനം, രക്തചംക്രമണം. പാചകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു ജീവകമാണ് ജീവകം B1. ജീവകം B1ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ബെറിബറി, വെർണിക്സ്, എൻസെഫലോപ്പതി. ഏതൊക്കെയാണ്? ബെറിബറി, വെർണിക്സ്, എൻസെഫലോപ്പതി. ബെറിബറിയുടെ ലക്ഷണങ്ങൾ പേശിവേദന, ക്ഷീണം, നിർവീക്കം തുടങ്ങിയവയാണ്. ഇനി ജീവകം B1 അടങ്ങിയിരിക്കുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളാണ് ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മുട്ട, കരൾ, പന്നിമാംസം എന്നിവ. അപ്പോൾ ഇത്രയൊക്കെയാണ് ജീവകം B1നെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ജീവകം B2. ജീവകം B2ൻ്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ. ഏതാണ്? റൈബോഫ്ലാവിൻ. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ജീവകം B2. ഏതാണ് വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത്? ജീവകം B2. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നശിക്കുന്ന പാലിലെ ഘടകമാണ് ജീവകം B2.
ജീവകം B2വിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് കീലോസിസ്. കീലോസിസ് എന്ന് പറഞ്ഞാൽ വായുടെ വശങ്ങൾ വിണ്ടുകീറുന്ന രോഗം. പിന്നെ ഉള്ളത് ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ, വളർച്ചാമാന്ദ്യം. അപ്പോൾ ഏതൊക്കെയാണ് ജീവകം B2വിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ? കീലോസിസ്, ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, വളർച്ചാമാന്ദ്യം. മാംസം, മത്സ്യം, മുട്ട, പാലുൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ, ബദാം തുടങ്ങിയവയിൽ ജീവകം B2 ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം, ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനം എന്നിവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ജീവകം B2. അപ്പോൾ ജീവകം B2 എന്തിനൊക്കെയാണ് ഉപകാരപ്പെടുന്നത്? ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും അതുപോലെ ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനത്തിനുമൊക്കെ ജീവകം B2 സഹായിക്കുന്നു. അടുത്തത് ജീവകം B3. ജീവകം B3യുടെ രാസനാമമാണ് നിയാസിൻ അഥവാ നിക്കോട്ടിക് ആസിഡ്. ഏതാണ് ജീവകം B3യുടെ രാസനാമം? നിയാസിൻ അഥവാ നിക്കോട്ടിക് ആസിഡ്. ജീവകം B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗങ്ങൾ പരുക്കനാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പെല്ലഗ്ര. അപ്പോൾ പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്? ജീവകം B3യുടെ. ഉപാപചയ പ്രവർത്തനം, ഓർമ്മശക്തി, രക്തചംക്രമണം തുടങ്ങിയവയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം B3. എന്തിനൊക്കെയാണ്? ഉപാപചയ പ്രവർത്തനം, ഓർമ്മശക്തി, രക്തചംക്രമണം. മാംസം, അതുപോലെ തന്നെ ട്യൂണ, സാൽമൺ തുടങ്ങിയ ചുവന്ന മത്സ്യങ്ങളിലും പരിപ്പ് പയറുവർഗ്ഗങ്ങളിലും ധാരാളമായിട്ടുള്ളതാണ് ജീവകം B3. അടുത്തത് ജീവകം B5. ജീവകം B5ൻ്റെ രാസനാമമാണ് പൻറ്റോതെനിക് ആസിഡ്. ഏതാണ്? പൻറ്റോതെനിക് ആസിഡ്. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് ജീവകം B5. ഹോർമോണുകൾ, ഹീമോഗ്ലോബിൻ ഇവയുടെ ഉൽപ്പാദനത്തിനാണ് ജീവകം B5 സഹായിക്കുന്നത്. എന്തിനൊക്കെയാണ്? ഹോർമോണുകളുടെ ഉൽപ്പാദനം, ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം. അതുപോലെ ജീവകം B5ൻ്റെ അപര്യാപ്ത രോഗമാണ് പരസ്തേഷ്യ. ഏതാണ് ജീവകം B5ൻ്റെ അപര്യാപ്ത രോഗം? പരസ്തേഷ്യ. മുട്ട, പാൽ, കരൾ, ധാന്യങ്ങൾ, മാംസം, ഈസ്റ്റ് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ജീവകമാണ് ജീവകം B5. അതുപോലെ തന്നെ ചില ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി നമ്മുടെ ചെറുകുടലിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളിൽ ഒന്നാണ് ജീവകം B5. ജീവകം B5നെ കൂടാതെ നമ്മുടെ ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകങ്ങളാണ് ജീവകം B7ഉം ജീവകം Kയും. അപ്പോൾ ഏതൊക്കെയാണ് ചെറുകുടലിൽ വെച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകങ്ങൾ? ജീവകം B5, ജീവകം B7, ജീവകം K. അടുത്തത് ജീവകം B6. ജീവകം B6ൻ്റെ രാസനാമമാണ് പിരിഡോക്സിൻ. ജീവകം B6ൻ്റെ രാസനാമം എന്താണ്? പിരിഡോക്സിൻ. ജീവകം B6ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് അനീമിയ, പെരിഫറൽ ന്യൂറോപ്പതി തുടങ്ങിയവ. അപ്പോൾ ഏതാണ് ജീവകം B6ൻ്റെ അപര്യാപ്ത രോഗങ്ങൾ? അനീമിയ, പെരിഫറൽ ന്യൂറോപ്പതി. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ജീവകമാണ് ജീവകം B6. ജീവകം B6 കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് പച്ചക്കറികൾ, മാംസം, വാഴപ്പഴം, ഗോതമ്പ് തുടങ്ങിയവ. ജീവകം B7. ജീവകം B7ൻ്റെ രാസനാമമാണ് ബയോട്ടിൻ. എന്താണ്? ബയോട്ടിൻ. ജീവകം H എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം B7. അപ്പോൾ ജീവകം H എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം B7. ജീവകം B7ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഡെർമറ്റൈറ്റിസും എൻറൈറ്റിസും. ഏതൊക്കെയാണ്? ഡെർമറ്റൈറ്റിസ്, എൻറൈറ്റിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളിൽ ഒന്നാണ് ജീവകം B7. അടുത്തത് ജീവകം B9. ജീവകം B9ൻ്റെ രാസനാമമാണ് ഫോളിക് ആസിഡ്. ഏതാണ്? ഫോളിക് ആസിഡ്. കരളിൽ സംഭരിച്ച് വയ്ക്കപ്പെടുന്ന ഒരു ജീവകമാണ് ജീവകം B9. പച്ചക്കറികൾ, ധാന്യങ്ങൾ, കരൾ എന്നിവയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ന്യൂക്ലിക് ആസിഡുകൾ, ചുവന്ന രക്താണുക്കൾ, ഹീമോഗ്ലോബിൻ എന്നിവയുടെ ഉൽപ്പാദനത്തിന് അനിവാര്യമായ ജീവകമാണ് ജീവകം B9. അപ്പോൾ ജീവകം B9 എന്തിനൊക്കെയാണ് ആവശ്യം? ന്യൂക്ലിക് ആസിഡുകളുടെ ഉൽപ്പാദനം, ചുവന്ന രക്താണുക്കൾ, അതുപോലെ ഹീമോഗ്ലോബിൻ തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിന് അത്യാവശ്യമാണ്. മാനസിക വൈകാരിക ആരോഗ്യം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഒരു ജീവകമാണ് ജീവകം B9. അതുപോലെ തന്നെ ദഹനത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം B9. ജീവകം B9ൻ്റെ അപര്യാപ്ത രോഗമാണ് വിളർച്ച, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഏതൊക്കെയാണ്? വിളർച്ച, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12. ജീവകം B12ൻ്റെ രാസനാമമാണ് സൈനോകൊബാലമീൻ. ഏതാണ്? സൈനോകൊബാലമീൻ.
ജീവകം B12 ആണ് എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ജീവകം B12. ജീവകം B12ൻ്റെ മനുഷ്യനിർമ്മിത രൂപമാണ് സൈനോകൊബാലമീൻ. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B12. കൊബാൾട്ട് ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ജീവകം B12 അടങ്ങിയിരിക്കുന്ന കൊബാൾട്ടാണ് ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ജീവകമാണ് ജീവകം B12. മനുഷ്യൻ്റെ വൻകുടലിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം B12. ഏതാണ് മനുഷ്യൻ്റെ വൻകുടലിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്നത്? ജീവകം B12. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകം B12. ജീവകം B12 ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ആഹാരപദാർത്ഥങ്ങളാണ് മുട്ട, കരൾ, പാൽ, മാംസം, കൊഞ്ച്, കക്ക, ഞണ്ട് തുടങ്ങിയവ. ഇനി ജീവകം B12ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണെന്ന് നോക്കാം. പെർനീഷ്യസ് അനീമിയ. ഏതാണ്? പെർനീഷ്യസ് അനീമിയയാണ് ജീവകം B12ൻ്റെ അപര്യാപ്ത രോഗം. അടുത്തത് ജീവകം C. ജീവകം സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. ഏതാണ്? അസ്കോർബിക് ആസിഡ് എന്നാണ് ജീവകം സിയുടെ രാസനാമം. ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം C. അതുപോലെ തന്നെ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം C. ഓറഞ്ച്, നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയവയിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ജീവകമാണ് ജീവകം C. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ഒരു ജീവകമാണ് ജീവകം C. ജീവകം സിയുടെ പ്രധാന ധർമ്മങ്ങൾ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുക, അതുപോലെ തന്നെ മുറിവുണങ്ങുന്നതിന് സഹായിക്കുക, പല്ല്, മോണ, എല്ല് തുടങ്ങിയവയുടെ ആരോഗ്യം സംരക്ഷിക്കുക. ഇതെല്ലാമാണ് ജീവകം സിയുടെ പ്രധാന ധർമ്മങ്ങൾ. ജീവകം സിയുടെ അപര്യാപ്ത രോഗമാണ് സ്കർവി എന്നറിയപ്പെടുന്നത്. ഈ സ്കർവി തന്നെയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. അപ്പോൾ ജീവകം സിയുടെ അപര്യാപ്ത രോഗം ഏതാണ്? സ്കർവി അഥവാ നാവികരുടെ പ്ലേഗ്. കൂടാതെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ജീവകമാണ് ജീവകം C. അതുപോലെ തന്നെ ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായിട്ടും ജീവകം C ഉപയോഗിക്കപ്പെടുന്നു. ജീവകം D. ജീവകം Dയുടെ രാസനാമം കാൽസിഫെറോൾ. അപ്പോൾ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം D ആണ് കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നത്. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ ത്വക്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം D. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം D തന്നെയാണ്. അത് എന്താണെന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിനാണ് ജീവകം D. അതുകൊണ്ടാണത് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ജീവകമാണ് ജീവകം D. ഒരു സ്റ്റിറോയിഡായിട്ട് പ്രവർത്തിക്കുന്ന ജീവകമാണ് ജീവകം D. ജീവകം ഡിയുടെ പ്രധാന ധർമ്മങ്ങൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, ഹൃദ്രോഗങ്ങൾ, ഓസ്റ്റിയോപോറോസിസ്, പക്ഷാഘാതം എന്നിവയെ തടയാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്തുന്നു. ഇവയൊക്കെയാണ് ജീവകം ഡിയുടെ ധർമ്മങ്ങൾ. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് റിക്കറ്റ്സ്, ഓസ്റ്റിയോമലാസിയ. ഈ റിക്കറ്റ്സ് തന്നെയാണ് കണ എന്നറിയപ്പെടുന്നത്. കണ കുട്ടികളിലാണ് കാണുന്നത്. ഓസ്റ്റിയോമലാസിയ മുതിർന്ന ആൾക്കാരിലുമാണ് വരുന്നത്. അപ്പോൾ ജീവകം ഡിയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? റിക്കറ്റ്സ് അഥവാ കണ, ഓസ്റ്റിയോമലാസിയ. അടുത്തത് ജീവകം ഇ. ജീവകം ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. ഏതാണ്? ടോക്കോഫെറോൾ. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നും ബ്യൂട്ടി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ജീവകം ഇ. അപ്പോൾ ജീവകം ഇയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, അതുപോലെ തന്നെ ബ്യൂട്ടി വൈറ്റമിൻ. പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഇ. ഇനി ജീവകം ഇ ഉള്ള പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പരുത്തിക്കുരു എണ്ണ, നിലക്കടല എണ്ണ, സൂര്യകാന്തി എണ്ണ, മുളപ്പിച്ച പയർ, മുട്ടമഞ്ഞ, മത്സ്യ എണ്ണ, മൃഗക്കൊഴുപ്പ്, പശുവിൻ പാല് എന്നിവയിലെല്ലാം ജീവകം ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ജീവകം ഇ ഹോർമോണായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിലൊരു ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്ന ജീവകമാണ് ജീവകം ഇ. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ജീവകം ഇ കൊണ്ടുണ്ടാകുന്ന അപര്യാപ്ത രോഗമാണ് വന്ധ്യത. അപ്പോൾ ഏതാണ് ജീവകം ഇയുടെ അപര്യാപ്ത രോഗം? വന്ധ്യതയാണ് ജീവകം ഇയുടെ അപര്യാപ്ത രോഗം. ജീവകം കെ. ജീവകം കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. അപ്പോൾ ഫില്ലോക്വിനോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം കെ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകമാണ് ജീവകം കെ. ആൻറ്റി ഹെമറേജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്.
രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകമായതുകൊണ്ട് തന്നെ കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നും ജീവകം കെ അറിയപ്പെടുന്നു. നമ്മുടെ ചെറുകുടലിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് ജീവകം കെ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ കരളിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ജീവകം കെയുടെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കുന്നതിന് തടസ്സം അനുഭവപ്പെടുന്നു. അപ്പോൾ എന്താണ് ജീവകം കെയുടെ അപര്യാപ്ത രോഗം? രക്തം കട്ടപിടിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നു. രക്തസ്രാവം തടയുന്നതിന് വേണ്ടി ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഇനി ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോത്രോംബിൻ. ഏതാണ് ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു? പ്രോത്രോംബിൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ജീവകങ്ങളെക്കുറിച്ച് വരുന്ന പ്രധാന വിവരങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പഠിച്ച ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാനും അതുപോലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ 3 പേപ്പർ കട്ടിങ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. അതെങ്കിലും എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.